Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണ്? എന്താണ് ചോദ്യം? നിന്റെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണ്? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ഒരാളുടെ മകള് മരിച്ചു. മകള് മരിച്ചത് കണ്ട് അയാൾ വേഗം പുറത്തേക്ക് ഓടുന്നു. ഈശോ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ഈശോയുടെ അടുത്തെത്തുന്നു. ഈശോയുടെ മുമ്പിൽ കമഴ്ന്നടിച്ച് കിടക്കുന്നു. എന്നിട്ട് ഈശോയോട് പറയുന്നു, എൻ്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് അവളെ ഉയർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇയാളുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് ഭാവനയിൽ കാണുക. നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് കരുതുക. ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണെന്ന് വിചാരിക്കും. മരിച്ചു. നമ്മൾ അവിടെ ഇരുന്ന് എന്തു ചെയ്യും? നമ്മൾ അവിടെ കുത്തിയിരുന്ന് കരയും, അല്ലേ? ഈശോ എവിടെയാണെന്ന് മരിച്ചു കഴിഞ്ഞിട്ടാണ്, മരിച്ചതിന് ശേഷം ഈശോ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോവോ? സാധ്യതയില്ല. പക്ഷേ ജെയ്റോസ്, അയാൾ ഭരണാധികാരിയാണ്, അയാൾ കഴിവുള്ളവനാണ്, പണമുള്ളവനാണ്, അധികാരമുള്ളവനാണ്. പക്ഷേ അയാൾ അതൊന്നും നോക്കാതെ ഫ്യൂണറൽ ഗംഭീരമായിട്ട് നടത്തണം, അല്ലേ? മരിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂണറൽ ഗംഭീരമായിട്ട് നടത്തണം. അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കാതെ അയാൾ ചെയ്യുന്നത് ഈശോയെ അന്വേഷിച്ച് ഓടുകയാണ്. ഈശോയെ അന്വേഷിച്ചോടി ഈശോയെ കണ്ടെത്തി ഈശോയുടെ മുമ്പിൽ വന്ന് കമന്നടിച്ച് കിടന്ന് ഈശോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ജെയ്റോസിന്റെ മകൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം ആരുടെ വിശ്വാസമാണ്? ആ മകൾ മരിച്ചു കിടന്ന മകളുടെ വിശ്വാസമല്ല, ഒരപ്പന്റെ വിശ്വാസം, ഒരു കുടുംബനാഥന്റെ വിശ്വാസം ഒരു കുടുംബത്തിലേക്ക് വീണ്ടും ജീവൻ തിരികെ കൊണ്ടുവരികയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അപ്പച്ചന്മാരോടുള്ള അച്ഛൻ്റെ ചോദ്യം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ കൊണ്ടുവരാൻ തക്കവിധം ആഴമുള്ള വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ എന്നല്ല ചോദ്യം, ആഴമുള്ള ജീവൻ തിരികെ കൊണ്ടുവരാൻ തക്കവിധം ആഴമുള്ള ഒരു വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പന്റെ വിശ്വാസത്തിന് ജീവൻ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അമ്മയുടെ വിശ്വാസത്തിന് കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി, ഒരു സ്ത്രീയുടെ വിശ്വാസം കൂടെ 12 വർഷമായി രോഗാവസ്ഥയിൽ കഴിഞ്ഞ ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം, അവളുടെ വിശ്വാസം അവളെ തന്നെ സുഖപ്പെടുത്തുകയാണ്. അവൾ ഈശോയുടെ അടുക്കിലേക്ക് പിറകിലൂടെ ചെന്ന് തൊട്ടു എന്നാണ് പറയുന്നത്. അതായത് ഈശോ മുമ്പിൽ കണ്ടില്ല ഇവള് വരുന്നത്, ഈശോയോട് പറഞ്ഞുമില്ല, ഒളിച്ചു വന്ന് തൊട്ടവളാണ് രക്തസ്രാവക്കാരി സ്ത്രീ. അവളുടെ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഈശോയെ തൊട്ടാൽ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ ആത്മാവിനും സൗഖ്യം കിട്ടുമെന്ന്. നമ്മുടെ ഒരു അമ്മച്ചി അവിടെ സ്ട്രെച്ചറിൽ, ആംബുലൻസിൽ കൊണ്ടുവന്ന് അമ്മച്ചി സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് ഈ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഈശോയെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തൊടുമ്പോൾ എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും ഒരു ശക്തി ഈശോയിൽ നിന്ന് പ്രവഹിക്കും എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് സ്ട്രെച്ചറിൽ വരാനായിട്ട് ആ കുടുംബാംഗങ്ങളും അതുപോലെ ആ സഹോദരിയും ഒക്കെ തയ്യാറായത്. നമുക്കറിയാം, നല്ല ആരോഗ്യമുള്ള ഒരു സ്ട്രെച്ചറും വേണ്ടാത്ത കുറേ ആളുകൾ ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വീട്ടിൽ പുതച്ചു മൂടി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ടാവും, ഇല്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
എല്ലാ പള്ളിയുടെയും ചുറ്റും ഉണ്ടാവും. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് ആഴത്തിലുള്ള വിശ്വാസമുള്ളപ്പോൾ നമ്മുടെ കാലുകൾക്കൊരു ദാഹമുണ്ടാകും. കാലുകൾക്ക് ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടാൻ കാലിന് ദാഹം, കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കരങ്ങൾക്ക് ദാഹം, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാൻ നാവിന് ദാഹം, അവിടുത്തെ തിരുമുഖം കാണാൻ കണ്ണിന് ദാഹം, അവിടുത്തെ തിരുമൊഴി കേൾക്കാൻ കാതിന് ദാഹം, അവിടുത്തെ സ്നേഹം ആസ്വദിക്കാൻ മനസ്സിന്, ഹൃദയത്തിന്, ആത്മാവിന് ദാഹം. കണ്ണുകളടക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമുക്ക് അനുദപിക്കാനുള്ള മേഖല എന്ന് പറയുന്നത് നമ്മളുടെ കുറഞ്ഞുപോയ വിശ്വാസം, ആഴം കുറഞ്ഞുപോയ വിശ്വാസം. ചില ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നുപോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാൻ. ജെയറോസിൻ്റെ വിശ്വാസം പോലെ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും കർത്താവിലേക്ക് ഓടി വരാൻ കഴിയുന്നൊരു വിശ്വാസം. ഇല്ലാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.